LDF സർക്കാരിന്റെ നേട്ടങ്ങൾ CPIM ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നുവെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ഞെരുക്കുന്നുവെന്നും CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. അതേസമയം ധനമന്ത്രി KN ബാലഗോപാൽ തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നുവെന്ന മന്ത്രി K രാജന്റെ പരാമർശം ശ്രദ്ധേയമായി. LDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് സർക്കാരിൻ്റെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം ഉയർന്നത്. ഇടതുമുന്നണിയാണ് സർക്കാരിനെ നയിക്കുന്നതെങ്കിലും അതിൻ്റെ നേട്ടങ്ങളെല്ലാം CPIM ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നുവെന്നതാണ് വിമർശിക്കപ്പെട്ടത്. മുന്നണി സംവിധാനത്തിലും CPIM ഏകപക്ഷീയമായിട്ടാണ് തീരുമാനമെടുക്കുന്നത്. സർക്കാരിൻ്റെയും മുന്നണിയും പ്രധാന പരിപാടികൾ മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതും വിമർശിക്കപ്പെട്ടു. മുന്നണി വ്യക്തികേന്ദ്രിതമായി പോകുന്നത് ശരിയല്ലെന്നായിരുന്നു വിമർശനം. പാർട്ടി യോഗങ്ങളിലെ ചർച്ച സംബന്ധിച്ച വാർത്തകളെ സംസ്ഥാന നേതൃത്വം തള്ളാതിരുന്നതും ശ്രദ്ധേയമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ചർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് ചർച്ചകൾക്ക് ഇടമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടിയെപ്പറ്റി, LDFിനെ പറ്റി, ഗവൺമെൻറ്റിനെ പറ്റി എല്ലാം സ്വാഭാവികമായിട്ടും പാർട്ടി ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളെല്ലാം LDFിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. കർഷക ക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. എന്നാൽ ധനവകുപ്പ് തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നുവെന്നാണ് കൗൺസിൽ യോഗം കഴിഞ്ഞ് CPI നിയമസാക്ഷി നേതാവായ റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചത്. സാധാരണ ആളുകൾ ചൊല്ലും പറയും ബ്രഹ്മാവിന് ആയുസ്സിന് പഞ്ഞം ഉണ്ടാകില്ലല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു തലത്തിൽ കൂടുതൽ എടുക്കുകയോ വേറൊരു തലത്തിൽ കുറവെടുക്കുകയോ ചെയ്യാതെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ കൊണ്ടുപോകുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. 24 തിരുവനന്തപുരം.